Morning all. Good morning. Thank you. Morning. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കുകളും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാവട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ഫജുറുനിസ മാം ആണ്. മാം സൈക്കോളജിസ്റ്റ് ആണ്, ട്രെയിനറാണ്. മാമിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യാം മാം. Thank you, ma'am. Good morning, all. എല്ലാവർക്കും സുഖമല്ലേ? Good morning. Yes, സുഖം തന്നെ. അവിടെയും സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേര് ഹീലിംഗ് ത്രൂ ഡീപ്പ് റെസ്റ്റ് എന്നുള്ളതാണ്. ദ ബയോളജി ഓഫ് കോൺഷ്യസ് ഡിസ്കണക്ഷൻസ്. എന്താണ് ഡീപ്പ് റെസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായോ? ആർക്കെങ്കിലും? ഡീപ്പ് റെസ്റ്റ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഉറക്കത്തിനെയാണ്. അപ്പൊ ഉറക്കം എങ്ങനെയാണ് നമ്മളെ ഹീൽ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ കോൺഷ്യസ് ഡിസ്കണക്ഷൻ എന്താണ്, അതിൻ്റെ പിറകിലുള്ള സൈക്കോളജിയും ബയോളജിയും സയൻസും ഒക്കെ ഒന്ന് നോക്കാം. എല്ലാവരും റെഡിയല്ലേ? അപ്പോ ഇന്നലെ എല്ലാവരും സുഖമായിട്ട് ഉറങ്ങിയോ? ഉറങ്ങി. അപ്പോ ഉണർന്നു കഴിഞ്ഞ് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ നല്ല ഒരു ഉന്മേഷമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, അതിനാണ് ഉറക്കം വേണ്ടതല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഈ കോൺഷ്യസ് ഡിസ്കണക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളിൽ നിന്നും ബോധപൂർവം പിന്തിരിയുകയും മനസ്സും ശരീരവും ഒരു വിശ്രമാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കോൺഷ്യസ് ഡിസ്കണക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളുടെ ബോഡി കംപ്ലീറ്റ് റെസ്റ്റ് മോഡിലാകുന്നതാണല്ലോ ഉറക്കം എന്ന് പറയുന്നത് അല്ലേ. അത് മാത്രമല്ല, നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ പുനരുജ്ജീവനത്തിന് അത്യാവശ്യമായ ഒരു പ്രക്രിയ കൂടിയാണ് ഉറക്കം എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഈ ഉറക്കത്തിനെ ടെമ്പററി ഡെത്ത് എന്ന് പറയും അല്ലേ, അങ്ങനെ പറയാറില്ലേ? ഞാൻ ആദ്യം ടെമ്പററി ഡെത്ത് എന്ന് ഇട്ടാലോ എന്ന് വിചാരിച്ചതാണ്. പിന്നെ എനിക്ക് തോന്നി നമ്മൾ റെസ്റ്റ് മോഡിലാണെങ്കിലും നമ്മുടെ ബ്രെയിനും ഹാർട്ടും ഒക്കെ വർക്കിംഗ് കണ്ടീഷനിലാണല്ലോ. അപ്പൊ വിചാരിച്ചു ആ പേര് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമ്മുടെ ബ്രെയിൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോൾ ഉറങ്ങണം, എപ്പോൾ ഉണരണം എന്നൊക്കെ തീരുമാനിക്കുന്നതിന് നമ്മുടെ ശരീരത്തിൽ തന്നെ കുറെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ടുള്ളത് സർക്കാഡിയൻ റിഥം, അഥവാ നമ്മുടെ ശരീരത്തിലെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ഇത് സൂര്യപ്രകാശത്തിന് അനുസൃതമായിട്ടാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇരുട്ടായി തുടങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ഗ്ലാൻഡ് ഉണ്ട്, പൈനിയൽ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ആ ഗ്ലാൻഡ്സ് ഒരു ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും, മെലാറ്റോണിൻ എന്ന് പറഞ്ഞു. ഈ മെലാറ്റോണിനാണ് നമ്മളിൽ ഉറക്കം വരുത്തുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഘടകം എന്താണെന്നറിയോ? നമ്മൾ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ബ്രെയിനിൽ ഉണ്ടാകുന്ന മറ്റൊരു കെമിക്കലാണ് അഡിനോസിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ അഡിനോസിൻ ഇങ്ങനെ കൂടി കൂടി വരുംതോറും നമ്മൾക്ക് ഉറക്കം ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളുടെ ബോഡിയിലുള്ള ബയോളജിക്കൽ ക്ലോക്കും ഈ ഒരു അഡിനോസിനും ചേർന്നിട്ടാണ് നമ്മളുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഇനി ഈ ഉറക്കം എന്ന് പറയുന്നതിന് രണ്ട് സ്റ്റേജസ് ഉണ്ട്. രണ്ട് സ്റ്റേജസിലൂടെയാണ് ഈ ഉറക്കം കടന്നു പോകുന്നത്. ഈ സ്റ്റേജിലൂടെ ഒരു രാത്രിയിൽ തന്നെ നമ്മൾ പലതവണ ഈ ഘട്ടങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകും.
ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന് പറയുന്നതാണ്. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉറക്കത്തിലേക്ക് നമ്മളിങ്ങനെ വഴുതി വീഴുന്ന ഒരു സ്റ്റേജാണ്. അതായത് അതിന് ലൈറ്റ് സ്ലീപ്പ് എന്ന് പറയും. അപ്പൊ ഈ ലൈറ്റ് സ്ലീപ്പിലേക്ക് ഇങ്ങനെ വീഴുന്ന സമയത്ത് നമ്മളുടെ മസിൽസ് ഒക്കെ റിലാക്സ് ആവുകയും ഹാർട്ട് ബീറ്റ് ഒന്ന് സ്ലോ ആവുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകും. ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ, അതായത് നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന് പറയുന്ന സ്റ്റെപ്പ് 3 സ്റ്റെപ്പിലായിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിങ്ങനെ സ്ലീപ്പിലേക്ക് പോകുന്ന ലൈറ്റ് സ്ലീപ്പ് എന്ന് പറയുന്നത്. ആ ഘട്ടത്തിലാണ് ഹാർട്ട് ബീറ്റ് ഒക്കെ ഒന്ന് സ്ലോ ആവുന്നത്. സെക്കൻഡ് സ്റ്റേജിൽ നമ്മളുടെ ഹാർട്ട് ബീറ്റ് നന്നായിട്ട് കുറയുകയും ബോഡി ടെമ്പറേച്ചർ കുറയുകയും ചെയ്യും. അപ്പൊ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് റെസ്റ്റിലേക്ക് മാറും പതുക്കെ. മൂന്നാമതായിട്ടുള്ള സ്റ്റെപ്പാണ് ഡീപ്പ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഉറക്കത്തിന്റെ ഏറ്റവും പ്രധാനമായ ഘട്ടമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 സ്റ്റെപ്പിലൂടെയാണ് ഫസ്റ്റ് സ്റ്റേജ് കടന്നു പോകുന്നത്. ഈ സമയത്ത് നമ്മളുടെ ഈ ഡീപ്പ് റെസ്റ്റിന്റെ സമയത്താണ് നമ്മുടെ ബോഡി ടിഷ്യൂ റിപ്പയർ ചെയ്യുന്നതും നമ്മളിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതൊരു തരം ഫിസിക്കൽ ഹീലിംഗ് ആണ് ഈ സമയത്ത് നടക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റേജ് ആണ് ഉറക്കത്തിന് വരുന്നത്. ഈ സമയത്ത് സ്വപ്നങ്ങളുടെ ഘട്ടം എന്നും ഇതിനെ വിളിക്കാറുണ്ട്. അപ്പൊ ഈ സമയത്ത് റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ സമയത്ത് നമ്മളുടെ കണ്ണുകള് ചലിച്ചുകൊണ്ടിരിക്കും. കണ്ണെന്ന് പറയുന്നത് ഈ പുറമെ ഇത് ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ അകത്തുള്ള ആ കൃഷ്ണമണി ഉണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മളുടെ കുഞ്ഞുമക്കളില്ലേ, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നോക്കിയാൽ ഇത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആ കണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഈ സമയത്താണ് മുതിർന്നവരും കുഞ്ഞുങ്ങളുമൊക്കെ സ്വപ്നം കാണുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഈ സമയത്ത് ബ്രെയിൻ ആക്റ്റീവായിരിക്കും, നമ്മളുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കുകയും ഇമോഷണൽ ഹീലിംഗ് നടക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. ഈ സമയത്ത് തന്നെയാണ് ഓർമ്മകളെ ക്രമീകരിക്കുന്നതും ഇമോഷണൽ റെഗുലേഷൻസ് നിലനിർത്തിയിട്ട് ഇമോഷണലി ഹെൽത്തി ആകുന്നതും ഒക്കെ. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളായാലും ശരി വലിയവരാണെങ്കിലും ശരി ഇങ്ങനെയുള്ള 2 സ്റ്റേജിലൂടെയാണ് ഉറക്കം കടന്നു പോകുന്നത് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ എന്തിനാണ് ഉറങ്ങുന്നത്? ഉറങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സയന്റിഫിക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന്റെ നട്ടെല്ലാണ്, അല്ലേ? അപ്പോ ശരീരത്തിനും മനസ്സിനുമുള്ള ഹീലിംഗ് പ്രോസസ്സാണ്. ഇതെങ്ങനെയാണ് ശരീരത്തിനെയും മനസ്സിനെയും ഹീല് ചെയ്യുന്നത്? അപ്പോ ബ്രെയിനിലുള്ള മൊത്തത്തിലെ ക്ലെൻസിങ് നടക്കുന്നത് ഈ ഉറക്കത്തിന്റെ സമയത്താണ്. ഉറക്കത്തിൽ തന്നെ ഡീപ്പ് സ്ലീപ്പിന്റെ സമയത്താണ് ബ്രെയിനിലെ ഡീക്ലട്ടറിങ് നടക്കുന്നത്. ഇതിന് നമ്മളുടെ ഉറക്കം ഒരു ഡിഷ് വാഷർ പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഉറങ്ങുന്ന സമയത്ത് ബ്രെയിനിലുള്ള ഗ്ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഇതിനു വേണ്ടി തയ്യാറായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പകൽ സമയങ്ങളിൽ നമ്മളുടെ ബ്രെയിനിലും ബോഡിയിലും ഒക്കെ ഒരുപാട് ടോക്സിൻസ് ഒക്കെ ഉണ്ടാകും. ഇതിനെ കംപ്ലീറ്റ് ഡീക്ലട്ടർ ചെയ്യുകയും ബ്രെയിനിനെ കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. അതിനായിട്ട് ഒരു ഫ്ലൂയിഡ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പൊ ഈ സമയമാണ് നമ്മുടെ ഫിസിക്കൽ ഹീലിംഗ് വരുന്നത്. അതായത് സെൽസിന്റെ പുനർനിർമ്മാണം, ബോഡി റിപ്പയറിങ്, പിന്നെ വളർച്ച, വിശപ്പ്, നമ്മളുടെ മെന്റൽ സ്റ്റേറ്റ് എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന
ഹോർമോണിന്റെ ബാലൻസിങ് ഇതൊക്കെ നിലനിർത്തുന്നതിന് ഉറക്കം വളരെ അത്യന്താപേക്ഷിതമാണ്. പിന്നീട് നമ്മുടെ ഓർമ്മശക്തി, നാം പഠിച്ച കാര്യങ്ങളും പകല് കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ലോങ് ടേം മെമ്മറിയിലേക്ക് കൊണ്ടുപോവുകയും പിന്നെ ഈ ഓർമ്മകളെ ഇങ്ങനെ അടുക്കി വെക്കും. അതിന്റെ പ്രാധാന്യമൊക്കെ അനുസരിച്ച് ഒതുക്കിയൊക്കെ വെക്കും. ഇനി ആവശ്യമുള്ളത് അടുക്കി പറക്കി വെക്കും, ആവശ്യമില്ലാത്തത് എന്ത് ചെയ്യും? ഡിലീറ്റ് ചെയ്ത് കളയും. ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മറന്നു പോകുന്നത് അതുകൊണ്ടാണ്. ഒരുപക്ഷെ കാലം മായ്ക്കാത്ത മുറികളില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതൊക്കെ ചിലപ്പോൾ ഈ പ്രോസസ്സിലൂടെയാണ് നമുക്ക് സംഭവിക്കുന്നതാണ്. ഓരോ ദിവസവും നമ്മൾ ഉറങ്ങി ഉണർന്നു കഴിയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പോലും അറിയാതെ മറന്നു പോകാറുണ്ട് അല്ലേ. അപ്പൊ അതിങ്ങനെയുള്ള ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കും അത് സംഭവിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഉറക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോൺസെൻട്രേഷൻ കിട്ടുക. അത് ഉറക്കത്തിലൂടെയാണ്. വളരെ നല്ല ഉറക്കം ഉള്ള ആളുകൾക്ക് നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ അനുഭവിക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ആങ്സൈറ്റിയും ഒക്കെ കുറയ്ക്കുന്നതിന് ഉറക്കം കൊണ്ട് സാധിക്കും. നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ പറയാറില്ലേ, ഒന്ന് ഉറങ്ങി എണീറ്റാ മതി എല്ലാം ഒക്കെ ശരിയാകും എന്ന് പറയില്ലേ. അപ്പോ സ്ട്രെസ് ഹോർമോണിലെ അതിന്റെ ഒരു ലെവലിനെ ക്രമീകരിക്കാനും ബ്രെയിൻ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് രോഗങ്ങളും വേദനകളും ഒക്കെ ആശ്വാസം കിട്ടുന്നതിന് ഉള്ള ഒരു ഒന്നാം തരം മെഡിസിനാണ് ഉറക്കം എന്ന് പറഞ്ഞത്. ചുരുക്കത്തിൽ പറഞ്ഞാല് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് റെസ്റ്റിലാവുകയും അൺകോൺഷ്യസ് മൈൻഡ് അടുത്ത ദിവസത്തേക്ക് നമ്മളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കി നിർത്താൻ തയ്യാറെടുക്കുകയും ഒക്കെ ചെയ്യുന്നതിന് ഉറക്കം സഹായിക്കുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഉറങ്ങിയില്ലെങ്കിൽ എന്താണ് കുഴപ്പം? അഥവാ ശരിയായ രീതിയിലുള്ള ഉറക്കം നമ്മൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ഉറക്കക്കുറവ് കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുക? നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒക്കെ പ്രവർത്തനങ്ങളെ ഇത് ഗുരുതരമായി ബാധിക്കുമല്ലേ. ഈ ഉറക്കക്കുറവ്, പൊതുവെ ഉറക്കക്കുറവ് കൊണ്ട് നമുക്ക് പിറ്റേന്ന് എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം ഉണ്ടാകാറുണ്ട് അല്ലേ. അതുപോലെ തലവേദനയൊക്കെ അനുഭവപ്പെടും. പക്ഷേ നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവങ്ങളുടെ പ്രവർത്തനത്തെ ഉറക്കക്കുറവ് നേരിട്ട് ബാധിക്കുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉറക്കക്കുറവ് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉറക്കക്കുറവ് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഉറക്കക്കുറവ് ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? ഉറങ്ങാതിരിക്കുന്ന ഒരവസ്ഥ ആർക്കും ഉണ്ടായിട്ടില്ല. എല്ലാവരും നന്നായിട്ട് ഉറങ്ങുന്നവരാണ്. തലവേദന ഉണ്ടാവും. തലവേദന ഉണ്ടായിട്ടുണ്ട്. മെമ്മറി ലോസ് വരും. മെമ്മറി ലോസ് ഉണ്ടാവും. പിന്നെ ഒരു ക്ഷീണമാണ്, ഭയങ്കര ക്ഷീണമായിരിക്കും. ഉറങ്ങിയില്ലെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. അത് നമ്മളുടെ പുറമേ പ്രകടമാകുന്നതാണ്. ഇതിൻ്റെ പോലെ ഉള്ളിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഉറക്കമില്ലായ്മ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഈ ദുർബലപ്പെടുത്തുന്നത് കൊണ്ട് എന്താ നമുക്ക് സംഭവിക്കുക? പെട്ടെന്ന് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. രോഗം വന്നാൽ അത് ഭേദമാകാൻ കാലതാമസം എടുക്കുകയും ചെയ്യും. പിന്നെ ഹൈ ബി പി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡയബറ്റിക്സ് വരാനുള്ള സാധ്യത ഈ ഉറക്കക്കുറവൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉറക്കക്കുറവ് മൂലം വിശപ്പിനെ നിയന്ത്രിക്കുന്ന ലെപ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഇതിന്റെ ഇംബാലൻസ് കൊണ്ട് എന്താ സംഭവിക്കാന്നറിയാവോ? നമ്മൾ അധികമായി ഭക്ഷണം കഴിക്കും. അധികമായി ഭക്ഷണം കഴിച്ചാൽ എന്താ പറ്റുക? ഒബിസിറ്റി ഉണ്ടാവും. അപ്പോൾ ഒബിസിറ്റി ഉണ്ടാകുക എന്ന് മാത്രമല്ല, നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് അത് അഫക്റ്റ് ചെയ്യും. പലരും പറയാറുണ്ട് ദഹനക്കേട് ഉറക്കക്കുറവ് കൊണ്ട് ഉണ്ടാകാറുണ്ട് എന്ന് പറയും. അപ്പോൾ മാനസികമായിട്ടാണെങ്കിലും ശരി, വൈകാരികമായിട്ടാണെങ്കിലും ശരി, നമ്മുടെ ബ്രെയിനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഈ ഉറക്കക്കുറവ് കൊണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോൺസെൻട്രേഷൻ കുറയുന്നു എന്ന്. അപ്പൊ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ പെട്ടെന്നൊരു തീരുമാനം എടുക്കാനോ ഒക്കെ കഴിയാത്ത ഒരു
അവസ്ഥ ഈ ഉറക്കക്കുറവ് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അത് കുട്ടികളിൽ പഠനത്തെയും ബാധിക്കും, അതുപോലെ മുതിർന്നവരിൽ അവരുടെ ജോലിയെയും അവരുടെ ദൈനംദിന ജീവിതത്തെയും ഒക്കെ ബാധിക്കുന്നുണ്ട് ഈ ഉറക്കക്കുറവ്. ഇന്നത്തെ യുവതലമുറയിൽ അറ്റൻഷൻ സ്പാൻ കുറയുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു പ്രധാന കാരണം ഉറക്കക്കുറവാണ്. ഉറക്കക്കുറവ് എന്ന് പറഞ്ഞാല് സാധാരണ നമ്മളൊക്കെ ഇന്നലെ ഉറങ്ങി ഇന്ന് ഉണരുകയാണല്ലോ ചെയ്യുക, അല്ലേ? പക്ഷെ ഇന്നത്തെ തലമുറയോ ഇന്ന് ഉറങ്ങി ഇന്ന് തന്നെ ഉണരുക ചെയ്യുന്നത്. 12 മണിക്ക് ശേഷമാണല്ലോ അവരുടെ ഉറക്കം എന്ന് പറയുന്നത്, അല്ലെ? ശരിക്കും പണ്ടുള്ളവരൊക്കെ അന്ന് മണ്ണെണ്ണ വിളക്കും ഒക്കെ ആയിരുന്നല്ലോ, ഇതുപോലുള്ള ലൈറ്റും ഇതുപോലെയുള്ള ഗാഡ്ഗറ്റ്സും ഒന്നും ഇല്ല. അപ്പം വളരെ നേരത്തെ ഉറങ്ങും, വളരെ നേരത്തെ ഉണരുകയും ചെയ്യും. അപ്പൊ അവർക്ക് നല്ല രീതിയിലുള്ള ഡീപ്പ് സ്ലീപ്പ് കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാനും ഒക്കെ വലിയ പ്രയാസം അനുഭവപ്പെടും. അതായത് മൊത്തത്തിൽ ഓർമ്മക്കുറവ് ഉണ്ടാകും, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമ്മൾക്കുണ്ടാകുന്ന മൂഡ് സ്വിങ്സിന്റെ ഒരു പ്രധാന കാരണം ഉറക്കക്കുറവാണ്. അമിതമായ ദേഷ്യം, ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവ ഉറക്കക്കുറവിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ചില ഡിപ്രഷനോ അല്ലെങ്കിൽ ആങ്സൈറ്റിയോ ഒക്കെ ഉള്ള ആളുകളോട് ചോദിച്ചാൽ അവർ പറയുമല്ലോ, ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല, അതല്ലെങ്കിൽ ഉറങ്ങിയിട്ട് കുറെ ദിവസമായി എന്നൊക്കെ പറയാറുണ്ട്. ഈ പൊതുവെ ഡിപ്രഷനുള്ള ആളുകളിൽ ഒന്നുകിൽ അവർ അമിതമായി ഉറങ്ങുന്നവരായിരിക്കും, അതല്ലെങ്കിൽ തീരെ ഉറക്കം ഇല്ലാത്ത ഒരു സ്റ്റേജ്. ഇത് 2 സ്റ്റേജിലൂടെയും ഡിപ്രഷൻ ഉള്ള ആളുകൾ കടന്നു പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് പ്രതികരണ ശേഷി നഷ്ടപ്പെടുക. പ്രതികരണ ശേഷി ഉണ്ടാകും, അതായത് റിയാക്ഷൻ ടൈം തീരെ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകും. ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന ഒരു ഇതും കൂടിയാണ്. എന്ത് പ്രശ്നം ഉണ്ടായാലും ഇതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നൊരു ചിന്തയാണ്. കാരണം പ്രതികരിക്കാൻ അവർക്ക് പെട്ടെന്ന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇതും ഒക്കെ ഉറക്കക്കുറവിന്റെ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഉറങ്ങാത്ത ഒരാൾ, അതല്ലെങ്കിൽ ഉറക്കം തൂങ്ങി ഒരാൾ ഡ്രൈവ് ചെയ്താൽ ശരിക്കും മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന അതേ അപകട സാധ്യത ഈ ഉറങ്ങാതെ വണ്ടി ഓടിക്കുന്നവരിൽ, വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവരിൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുതിയതായിട്ട് ഉള്ള പഠനങ്ങൾ വിലയിരുത്തുന്നത്. പിന്നെ അത് മാത്രമല്ല, മൊത്തത്തിലൊരു കൊഗ്നിറ്റീവ് ഫോഗ് നമ്മുടെ ബുദ്ധിയെയും ചിന്തയെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. മറവി ഉണ്ട് എന്ന് എല്ലാവരും ഇപ്പൊ പറയാറില്ലേ? ഓ, എന്തൊരു മറവിയാ എനിക്കെന്ന് പറയല്ലേ. എനിക്കും ഉണ്ട് മറവി, ഭയങ്കര മറവിയാണ്. അത് ഉറക്കമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹോർമോണൽ ഇംബാലൻസ്, ഇത് ഉറക്കക്കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഉറക്കം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രധാനമായും കോർട്ടിസോൾ ലെവൽ കൂടും. അപ്പൊ കോർട്ടിസോൾ ലെവൽ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾക്കെല്ലാം അറിയാം അല്ലെ? സ്ട്രെസ് ഹോർമോൺസ് ഇൻക്രീസ് ചെയ്യും. അതിനനുസരിച്ച് ആങ്സൈറ്റിയും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഒരു ഇംബാലൻസ് ആണ് ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറയും. അപ്പൊ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ എന്താ? ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യാൻ ശരീരത്തിനാകാതെ വരും. അപ്പൊ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടും. അതുവഴി നമ്മൾ ഡയബറ്റിക് ആകും. അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാ അല്ലേ? BP ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഡയബറ്റിക് ഉണ്ടാകാനും ഈ ഇതിൽ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില ഗ്രോത്ത് ഹോർമോൺസിന്റെ ഇംബാലൻസ് കൊണ്ട് കുട്ടികളിൽ വളർച്ചയും മുതിർന്നവരിലെ ടിഷ്യൂ റിപ്പയറിങ്ങും അല്ലെങ്കിൽ അതിന്റെ പുനരുജ്ജീവനവും ഒക്കെ തടസ്സപ്പെടുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ, നമ്മളെ ബാധിക്കുന്നതാണ്. ഉറക്കമില്ലായ്മ നമ്മുടെ സൗന്ദര്യത്തെയും ബാധിക്കും. അപ്പോ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഉറക്കം കുറയുന്നത് മൂലം ഈ കണ്ണിന്റെ താഴെയൊക്കെ ഇങ്ങനെ തടിപ്പും കറുത്ത പാടുകളും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയും വേഗത്തിൽ തന്നെ ശരീരത്തിൽ ചുളിവുകൾ വീഴുകയും ഒക്കെ ചെയ്യും. അപ്പൊ പ്രായം എത്തുന്നതിന് മുൻപേ നമ്മൾ പ്രായമായതായി തോന്നും. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. അതുകൊണ്ട്
ഈ ചില ആളുകളുടെ കണ്ണൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് തോന്നൂലേ, കണ്ണൊക്കെ ഇങ്ങനെ അതിന്റെ തിളക്കമൊക്കെ നഷ്ടപ്പെട്ട് കണ്ണിങ്ങനെ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കും. അപ്പൊ അതുപോലെ കൺതടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ചിലരൊക്കെ ചോദിക്കൂലേ, എന്താ ഇന്നലെ ഉറങ്ങിയില്ലേ, കണ്ണ് ഒരുമാതിരി ഇരിക്കുന്നല്ലോ, മുഖം ഒരുമാതിരി ഇരിക്കുന്നല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലേ. അപ്പോ നമ്മളുടെ സൗന്ദര്യവും ഉറക്കക്കുറവ് കൊണ്ട് നഷ്ടപ്പെടും എന്ന് ഓർക്കുക. അതുകൊണ്ട് ഉറക്കത്തിന് അതിൻ്റെതായ പ്രാധാന്യം നൽകുക. പൊതുവേ നമ്മള് പറയാറുണ്ട്, ഉറക്കം ശരിയായാൽ പകുതി മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നല്ലേ. ഉറക്കത്തിന് ശരിയാക്കിയാൽ നമ്മളുടെ മെന്റൽ സ്റ്റേറ്റ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോകും. അപ്പൊ പെട്ടെന്നുള്ള ആങ്സൈറ്റി, പെട്ടെന്ന് ടെൻഷൻ, ചില ആൾക്കാർക്കൊന്നും നിസ്സാര കാര്യം മതിയല്ലോ ടെൻഷൻ അടിക്കാന്. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു വ്യക്തി ശരാശരി എത്ര മണിക്കൂറാണ് ഉറങ്ങേണ്ടത്? മാം മ്യൂട്ടാണ്. 6 to 8. 6 to 8. അത് കുറച്ച് പഴയ കണക്കാണ്. അതായത് 7 hours. 7 to 9 hours ആണ്. 7 to 9 hours ആണ് സാധാരണഗതിയിൽ ഒരു മുതിർന്ന വ്യക്തിയുടെ ഉറക്കം. കുട്ടികളാകുമ്പോൾ അത് കുറച്ചും കൂടി കൂടും. അവർ 9 മണിക്കൂർ തന്നെ ഉറങ്ങണം എന്നാണ്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ 9 മണിക്കൂർ ഉറങ്ങിയാലേ അവരുടെ കോൺസെൻട്രേഷനും പഠിക്കാനുള്ള ആ ഒരു കഴിവൊക്കെ ഉണ്ടാകുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 9 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങുക എന്ന് പറയുമ്പോൾ അതിന്റെ 25% കൂടുതൽ ഡീപ്പ് സ്ലീപ്പ് സ്റ്റേജിൽ ആകണം എന്നുള്ളതാണ്. അതായത് ഇപ്പം 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരാള്, ആ ആള് അറ്റ്ലീസ്റ്റ് ഒരു 2.5 മണിക്കൂറെങ്കിലും ഡീപ്പ് സ്ലീപ്പ് സ്റ്റേജിൽ ആയിരിക്കണം. നമ്മൾക്ക് ആർക്കും ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നില്ല. ഞാൻ എപ്പോഴും എൻ്റെ ഹസ്ബൻഡിനോട് പറയും, എനിക്ക് സൗണ്ട് സ്ലീപ്പ് കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. കാരണം നമ്മളുടെ മനസ്സിൽ തന്നെ നമുക്കൊരു ഫീലിംഗ് വരും, ഞാൻ ഇന്നലെ ശരിക്കും ഉറങ്ങിയിട്ടില്ല എന്ന്. അത് തന്നെയാണ് പ്രധാന കാരണം. പിന്നെ പകൽ ഉറങ്ങണം എന്നുള്ള ഒരു ടെൻഡൻസിയും കൂടി ഉണ്ടാകും ഈ ശരിക്കും ഉറങ്ങിയില്ല എങ്കിൽ. അത് നമ്മൾ ബാക്കിയുള്ളവർ പറയും ഇത്രയും നേരം നീ ഉറങ്ങിയല്ലോ എന്ന് പറയും. പക്ഷേ ഈ ഡീപ്പ് സ്ലീപ്പ് കിട്ടാത്തത് കൊണ്ടാണ് ആ ഒരു ചിന്ത മനസ്സിൽ വരുന്നത്. അത് ശരിക്കുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉറങ്ങാത്ത അത് പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അപ്പം ഉറക്കം എന്ന് പറയുന്നത് വെറും ഒരു വിശ്രമമല്ല, അതൊരു ഹീലിംഗ് പ്രോസസ് ആണ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇനി കോൺഷ്യസ് ഡിസ്കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബോധപൂർവം തന്നെ പുറം ലോകത്തെ എല്ലാ തരത്തിലുള്ള തിരക്കുകളിൽ നിന്നും, പ്രധാനമായിട്ടും ഡിജിറ്റൽ ബഹളങ്ങളിൽ നിന്നും മനസ്സിനെ മാറ്റി നിർത്തുക എന്നതാണ് ഈ ഡിസ്കണക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനാണത്? നമ്മുടെ ഉള്ളിലുള്ള സെൽഫ് മെക്കാനിസം നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ബ്രെയിനിന് ശാന്തത ആവശ്യമാണ്. അതുകൊണ്ടാണ് എല്ലാത്തിൽ നിന്നും ഡിസ്കണക്ട് ആവണം, ഡിസ്കണക്ട് ആയിട്ട് മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഡീപ്പ് റെസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ ശാന്തമായി ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ പൊതുവേ പറയാറുണ്ട്, ഈ ഹൊറർ സിനിമകളൊക്കെ കണ്ടിട്ട് ഉറങ്ങാൻ പോകരുത് എന്ന് പറയും. കാരണം അത് ഡീപ്പ് സ്ലീപ്പിനെ ബാധിക്കും. അതുപോലെ തന്നെ മനസ്സ് വല്ലാതെ ഇങ്ങനെ കാലുഷ്യമൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുമായിട്ടൊക്കെ വഴക്കിട്ടിട്ട് അങ്ങനെയുള്ള ഭയങ്കര ഒരു ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഉറങ്ങാൻ പോകാൻ പാടില്ല എന്ന് പറയും. അതുപോലെ നമ്മളുടെ മക്കളെയൊക്കെ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ വഴക്ക് പറയുകയോ അവരോട് ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്തിട്ട് അതേ മൂഡിൽ കുഞ്ഞുങ്ങൾ പോയി കിടന്നുറങ്ങിയാൽ അത് അവരുടെ മാനസിക സ്റ്റേറ്റിനെ വല്ലാതെ അഫക്റ്റ് ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഒരു ഡിസ്കണക്ഷൻ നമ്മൾ ബോധപൂർവം വരുത്തേണ്ടത് ആവശ്യമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, നല്ല ചിന്തകളോടുകൂടി, അതല്ലെങ്കിൽ മെഡിറ്റേഷനോ പിന്നെ നമ്മുടെ അഫർമേഷനോ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഉറങ്ങാൻ പോയാൽ ഈ ഡീപ്പ് സ്ലീപ്പ് നന്നായിട്ട് കിട്ടും. പിന്നെ പ്രധാനമായിട്ടും വേണ്ടത് എന്തിൽ നിന്നുള്ള ഡിസ്കണക്ഷൻ ആയിരിക്കും?
ഡിജിറ്റൽ ഡിസ്കണക്ഷൻ. ഈ ഉറക്കത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഉറക്ക ഹോർമോണായ മെലറ്റോണിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ബ്ലൂ ലൈറ്റ് ആണ്. ഈ ബ്ലൂ ലൈറ്റ് എവിടെ നിന്നാണ് കൂടുതലും വരിക? ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിൽ നിന്നാണ്. മൊബൈൽ ആണെങ്കിലും ശരി, കമ്പ്യൂട്ടർ ആണെങ്കിലും ശരി, ലാപ്ടോപ്പ് ആണെങ്കിലും ശരി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മളുടെ ബ്ലൂ ലൈറ്റ് ഇത് വരുന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്യും? മെലാറ്റോണിന്റെ പ്രൊഡക്ഷനെ തടയും. അപ്പോ ബ്രെയിനിന് സ്വാഭാവികമായും പകലാണെന്നുള്ള ഒരു ഫീലിംഗ് കൊടുക്കും. അപ്പൊ നമ്മൾക്ക് ഉറക്കം അറിയാതെ, ഇപ്പൊ നമ്മൾ നല്ല ഉറക്കം വന്ന് പോയി കിടന്ന് മൊബൈൽ നോക്കിക്കൊണ്ട് കിടക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉറക്കം അങ്ങ് മാറുമല്ലോ. അപ്പൊ നമ്മൾക്ക് അതിലേക്ക് അങ്ങോട്ട് ആകർഷിച്ചിട്ട് അതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പൊ അതുപോലെ തന്നെ പറയാറുണ്ട്, ഉറങ്ങാൻ പോകുന്നതിന് 10 മണിക്കൂർ മുമ്പ് നമ്മുടെ കഫീൻ പോലെയുള്ള ഇതുകളുടെ ഉപയോഗം കുറയ്ക്കണം എന്ന് പറയും. കാരണം കഫീനും ചായ, കാപ്പി ഒക്കെ ഉറക്കത്തിനെ മെലാറ്റോണിനെ തടയുന്നതാണ്. 10 മണിക്കൂർ മുമ്പെന്ന് പറയുമ്പോൾ ഒരു 10 മണിക്ക് ഉറങ്ങാൻ പോകുന്ന ഒരാൾ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ചായയും കാപ്പിയും കുടിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോ അതുപോലെ തന്നെ ഭക്ഷണം 3 മണിക്കൂർ മുമ്പേ ഒരു റൂള് തന്നെയുണ്ട്. 10-3-1 റൂൾ എന്ന് പറഞ്ഞിട്ട്. അതായത് 1 അവർ മുമ്പെങ്കിലും നമ്മളുടെ ഈ ബ്ലൂ ലൈറ്റിൽ നിന്ന് നമ്മൾ ഫ്രീ ആയിരിക്കുക. 3 മണിക്കൂർ മുമ്പേ ഭക്ഷണം കഴിച്ചിരിക്കുക. 10 മണിക്കൂർ മുമ്പേ ഈ കഫീന്റെ ഉപയോഗം കുറയ്ക്കുക എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരിത്തിരി നീണ്ടുപോയ പ്രശ്നം ഉണ്ടാവുമോ? 6 മണി കഴിഞ്ഞു. കുഴപ്പമില്ല മാം, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. അപ്പോ ചിലർക്കെങ്കിലും ഈ സ്ലീപ്പ് ഡിസോർഡർ ഉണ്ടാകാറുണ്ട് അല്ലെ? കൃത്യമായ സമയത്ത് ഉറങ്ങുകയും കൃത്യമായി ഉണരുകയും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ പലർക്കും ഉണ്ടാകാറുണ്ട്. അത് ചിലപ്പോൾ രോഗം കൊണ്ടാകാം, അതല്ലെങ്കിൽ ചില മെഡിസിൻസിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഒക്കെ ആകാം. ചില സ്ലീപ്പ് ഡിസോർഡറിനെ കുറിച്ചും കൂടി ഒന്ന് പറയാം. സ്ലീപ്പ് അപ്നിയ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്റെ ഗ്രാൻഡ് ഡോട്ടറിന് ഉണ്ടായിരുന്നു. ഓ, അത് ശരി. ഞാൻ ഇതുവരെ അങ്ങനെയുള്ള ഒരു ആളിനെ കണ്ടിട്ടില്ല. ഞാനിത് ആദ്യമായിട്ട് ഒരു 2 മാസം മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഞാൻ അത് അവിടെ എഴുതി വെച്ചേക്കുന്നത് കണ്ടു. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിന്റെ നമ്മുടെ സ്നോറിങ്ങിന്റെ അതാണ് അതിന്റെ പ്രധാന ലക്ഷണമായിട്ട് പറയുന്നത്. പെട്ടെന്ന് തന്നെ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തു. ഹസ്ബൻഡിന് ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു പോയത്. അപ്പൊ അതിന്റെ തൊട്ട് അടുത്ത് തന്നെ മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ, എൻസെഫലോ ECG പോലെ EEGയുടെ ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അവിടെയാണ് ഇത് എഴുതി വെച്ചേക്കുന്നത് കണ്ടത്. അപ്പോ പിന്നെ സ്ലീപ്പ് ക്വാളിറ്റി ടെസ്റ്റ് എന്ന് എഴുതി വെച്ചു. ഞാൻ പെട്ടെന്ന് ഓർത്തു, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ എനിക്ക് സൗണ്ട് സ്ലീപ്പ് കിട്ടാറില്ല എന്ന്. അപ്പൊ ഇത് പോയി ഒന്ന് ടെസ്റ്റ് ചെയ്താൽ കൊള്ളാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് ഈ സ്ലീപ്പ് അപ്നിയയെ കുറിച്ച് കണ്ടത്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു. പിന്നെ അവിടെ ഇരുന്നിട്ട് ഞാൻ അതിങ്ങനെ സെർച്ച് ചെയ്തു. അവിടെ നിന്നാണ് റിസർച്ച് തുടങ്ങിയത് ഈ ഉറക്കത്തിന്റെ. അപ്പോ സ്ലീപ്പ് അപ്നിയ അഥവാ OSA എന്ന് പറയുന്നത് ഉറക്കത്തിനിടയിൽ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ വരികയും ഉറക്കം തടസ്സപ്പെടുകയും ചെയ്യുന്ന ഗൗരവകരമായ ഒരു ശാരീരിക അവസ്ഥയാണ്. അതായത് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഈ തൊണ്ട ഭാഗങ്ങളിലുള്ള മസിൽസ് റിലാക്സ് ആവും. ഇത് ശ്വാസനാളം ഉണ്ടല്ലോ, റെസ്പിറേറ്ററി ട്രാക്ട്, ഇത് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ അടഞ്ഞു പോവുകയും ചെയ്യും. അപ്പം ഇതുപോലെ എന്ത് പറ്റും? ശ്വാസം ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് നിലയ്ക്കുകയോ അതല്ലെങ്കിൽ ഒരു തടസ്സം ഉണ്ടാവുകയോ ചെയ്യും. അപ്പൊ ഈ ബ്ലഡ് ഓക്സിജന്റെ അളവ് ഇങ്ങനെ കുറയുന്നതായിട്ട് ബ്രെയിൻ മനസ്സിലാക്കുകയും അത് അലേർട്ട് ആവുകയും ചെയ്യുന്ന ഒരു നിമിഷം കൊണ്ട് തന്നെ വീണ്ടും തിരിച്ച് ശ്വാസം വീഴുകയും ചെയ്യും. ഇതിങ്ങനെ ഈ ട്രാക്ക് ഓപ്പൺ ആവുകയും വീണ്ടും പഴയതുപോലെ ശ്വസിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഇത് ഈ പിന്നെ OSA ഉള്ള ആളുകളിൽ ഇത് രാത്രിയിൽ പല പ്രാവശ്യം ഇതിങ്ങനെ ആവർത്തിച്ച് ഉണ്ടാകും. അത് കാരണം അവർക്ക് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടില്ല. അപ്പൊ ഇതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് കൂർക്കം വലിയാണ്. അപ്പൊ നമ്മൾക്കാർക്കും അറിയില്ല നമ്മൾ കൂർക്കം വലിക്കുന്നു. അടുത്ത് കിടന്ന് ഉറങ്ങുന്ന ആൾക്ക് മാത്രമേ മനസ്സിലാകൂ. പക്ഷെ അത് എല്ലാ കൂർക്കം വലിയും അങ്ങനെ ആവണം എന്നല്ല. ഭയങ്കരമായ കൂർക്കം വലി ഉണ്ടാകും. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഈ ശ്വാസം ഒരു നിമിഷം ഒന്ന് നിലച്ചു പോകുന്ന ഒരവസ്ഥ. അത് വളരെ ഫ്യൂ സെക്കൻഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സമയത്ത് ഓക്സിജൻ കിട്ടാതെ ബ്രെയിൻ ഭയങ്കരമായി
ബുദ്ധിമുട്ടുന്നു. അത് ഒരു ഇത്തിരി സമയത്തേക്കാണെങ്കിലും ആ സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉറക്കം ഇല്ലാതെയാക്കും. വീണ്ടും നമ്മൾ വീണ്ടും ആ സ്റ്റേജിലൂടെ വീണ്ടും അങ്ങനെ അങ്ങ് പോകും. പക്ഷേ ഇത് വലിയ ഒരു പ്രശ്നമായിട്ട് മാറും. അപ്പൊ ഇതിന്റെ കാരണങ്ങളായിട്ട് പറയുന്നത് പ്രധാനമായിട്ട് ഒബിസിറ്റിയാണ്. അതായത് ഈ കഴുത്തിന് നല്ല ഫാറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവരുടെ ആ പിന്നെ ശ്വാസനാളം ഇങ്ങനെ ഞെരുങ്ങും എന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കുള്ള ബ്രീതിങ് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ മലർന്നു കിടന്ന് ഉറങ്ങുന്നവരിലാണ് കൂർക്കം വലി കൂടുതലായി ഉണ്ടാകുക എന്ന് പറയും. അതേസമയം ചരിഞ്ഞു കിടന്ന് ഉറങ്ങിയാല് ആ ട്രാക്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇതായിട്ട് ഇരിക്കും എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ഇതായിട്ട് പറയുന്നത് പ്രായമാണ്. പ്രായം കൊണ്ട് എന്താണ്, നമ്മളുടെ മസിൽസ് ഒക്കെ കുറെ ലൂസ് ആവുമല്ലോ. അപ്പോഴും അതും ഈ ശ്വാസനാളം ഇങ്ങനെ ചുരുങ്ങാന് ഇടയാകും. പിന്നെ ചില ആളുകളുടെ ശാരീരിക ഘടന തന്നെ അങ്ങനെ ആയിരിക്കും. അതായത് ഈ പിന്നെ ചെറിയ താടിയല്ലായിരിക്കും. അപ്പോൾ പിന്നെ വലിയ ടോൺസിൽസും കൂടെ വരുമ്പോൾ അവർക്ക് ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് പൊതുവേ പുരുഷന്മാരിലാണ് ഉണ്ടാകുന്നത്. ഈ സ്നോറിങ്ങും പുരുഷന്മാരിലാണല്ലോ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതശൈലി, സ്ഥിരമായി മദ്യപാനം, പുകവലി, അതുപോലെ സ്ലീപ്പിംഗ് പിൽസിന്റെ ഉപയോഗം, ഇതൊക്കെ കൊണ്ടും ഈ രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ കൊണ്ട് മസിൽസ് അമിതമായിട്ട് ലൂസാവും. അപ്പോൾ അത് ശ്വാസതടസ്സത്തിന് കാരണമാകും എന്ന് പറയുന്നുണ്ട്. ഇനി അൽഷിമേഴ്സും പാർക്കിൻസൺസും, ഈ രണ്ട് രോഗങ്ങളും ഉറക്കക്കുറവും തമ്മിൽ വളരെ അധികം ബന്ധമുണ്ട് എന്ന് മെഡിക്കൽ സയൻസ് ഒക്കെ പ്രൂവ് ചെയ്യുന്നുണ്ട്. അതായത് ഉറക്കക്കുറവ് കൊണ്ട് അൽഷിമേഴ്സും പാർക്കിൻസൺസും ഉണ്ടാകുന്നു എന്നല്ല, ഇത് രണ്ട് രോഗങ്ങൾക്കും ഉള്ളവരില് ഉറക്കക്കുറവ് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്ന ഡീപ്പ് സ്ലീപ്പ് സ്റ്റേജിൽ ഒരു ക്ലെൻസിങ് ഒക്കെ നടത്തും എന്ന് പറഞ്ഞല്ലോ. അപ്പോ സാധാരണ അൽഷിമേഴ്സ് പേഷ്യൻസില് അമിതമായി അടിഞ്ഞുകൂടുന്ന ഒരു പ്രോട്ടീനാണ് ബീറ്റ അമിലോയിഡ്സ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് ഇത് വാഷ് ഔട്ട് ചെയ്ത് പോകേണ്ടത്? ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ നമുക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടിയില്ലെങ്കിലോ ഈ പ്രോസസ്സ് അവിടെ ഇല്ലാതെയാകും. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോഴായിരിക്കാം ഇവർക്ക് ഈ അമിലോയിഡ്സ്, ബീറ്റ അമിലോയിഡ്സ് ബ്രെയിനിൽ അടിഞ്ഞുകൂടുന്നത്. അപ്പൊ അത് ബീറ്റ അമിലോയിഡ്സ് അടിഞ്ഞുകൂടലാണ് ഈ അൽഷിമേഴ്സിന്റെ പ്രധാന ഒരു ലക്ഷണം. അപ്പോൾ അതില്ലാതെ ആകണമെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് കിട്ടണം എന്ന് അർത്ഥം. ഇനി അതുപോലെ തന്നെ ദീർഘകാല ഓർമ്മകൾ സൂക്ഷിക്കണമെങ്കിൽ ഉറക്കം ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞല്ലോ. അൽഷിമേഴ്സിന്റെ പ്രധാന ലക്ഷണം ഓർമ്മക്കുറവാണ്. അപ്പൊ ഓർമ്മ ശക്തി ഉണ്ടാകണമെങ്കിൽ ഉറക്കവും വേണം. അപ്പം അതുകൊണ്ടാണ് അൽഷിമേഴ്സും ഉറക്കവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെയാണ് പാർക്കിൻസൺസ് എന്ന് പറയുന്നത്. ഈ പാർക്കിൻസൺസുമായി ബന്ധപ്പെട്ട ഒരു സ്ലീപ്പിംഗ് ഡിസോർഡർ ആണ് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഈ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്റ്റേജിൽ നമ്മുടെ ശരീരത്തിന് അനങ്ങാൻ പറ്റില്ല. അതായത് സ്ലീപ്പ് പാരലൈസിസ് എന്ന് പറയും, അതല്ലെങ്കിൽ സ്ലീപ്പ് അറ്റോണിയ എന്നൊക്കെ പറയും. നമ്മൾക്ക് പിന്നെ സ്വപ്നമൊക്കെ കാണുമ്പോൾ നമ്മൾ ഓടുന്നതായിട്ട് സ്വപ്നം കാണും, ഇടിക്കുന്നതായിട്ടോ അടിക്കുന്നതായിട്ടോ ഒക്കെ സ്വപ്നം കാണാറുണ്ട്. പക്ഷേ ഈ സമയത്ത് നമ്മളുടെ ബോഡി ഇങ്ങനെ പാരാലിസിസ് സ്റ്റേജിലായത് കാരണം നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചില ആളുകൾക്ക് ഈ ഒരു പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അവര് കൈയിട്ടടിക്കും, കാലിട്ടടിക്കും, ചിലപ്പോൾ കട്ടിലിൽ നിന്ന് വീഴും, ഇങ്ങനെയൊക്കെ ചെയ്യും. നമ്മൾ മറ്റേ ഇല്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്ന ഒരു രോഗവും ഉണ്ടല്ലോ അല്ലെ. അപ്പോ സാധാരണ ഈ പാർക്കിൻസൺസ് വരുന്ന പേഷ്യൻസിനെ ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ മുമ്പ് അവർക്ക് ഈ ഇത് വന്നിട്ടുണ്ട്. അതായത് 10 മുതൽ 15 വർഷം മുമ്പ് മുതൽ ഇവർക്ക് ഈ എന്താണ് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോ അതും ഉറക്കം ശരിക്ക് നടക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് ശരിക്ക് കിട്ടാത്തത് കൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി നന്നായിട്ട് ഉറങ്ങാനും
ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. എന്തൊക്കെ ചെയ്യാം? നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ. കൃത്യമായ ഒരു സമയക്രമം പാലിക്കുക. എല്ലാ കാര്യത്തിലും നമുക്ക് പങ്ക്ച്വാലിറ്റി വേണമെന്ന് പറയുമല്ലോ. ഉറക്കത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. കൃത്യമായി എല്ലാ ദിവസവും കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് ഉണരുക. ഈ അവധി ദിവസങ്ങളാകുമ്പോൾ നമ്മൾ ലേറ്റായിട്ട് ഉറങ്ങും, ലേറ്റായിട്ട് എണീക്കും അല്ലേ? ഞാനും ഒക്കെ അങ്ങനെയാണ്. ഒരു ഞായറാഴ്ച കിട്ടിയാൽ ഇന്ന് ഞായറാഴ്ചയല്ലേ, വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചധിക സമയം ഉറങ്ങും. അപ്പൊ എന്ത് ചെയ്യും? അന്ന് രാത്രി ചിലപ്പോൾ ഉറങ്ങാൻ വൈകും, പിന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഒരു സമയം പാലിക്കുക എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ ഉറങ്ങുന്ന സ്ഥലം, ബെഡ്റൂം ആണെങ്കിലും എവിടെയാണെങ്കിലും അത് എന്ത് ചെയ്യുക? ഉറക്കത്തിന് അനുയോജ്യമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരിക. അതായത് ഇരുട്ടുള്ളതാക്കുക, പിന്നെ കാലാവസ്ഥ, അതായത് തണുത്ത ഒരു കാലാവസ്ഥയാക്കുക, ബെഡൊക്കെ നല്ലതായിരിക്കുക, കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാക്കുക എന്നുള്ളതാണ്. പിന്നെ ഡിജിറ്റൽ ഗാഡ്ഗറ്റ്സിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് അതിനി പറയുന്നില്ല. അതുപോലെ തന്നെ ഭക്ഷണക്രമം. ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പ്, അതായത് 10 മണിക്ക് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ 7 മണിക്ക്, അറ്റ്ലീസ്റ്റ് 7:30-ക്കെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണം കഴിക്കുക. ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ ആക്കുക. അമിതമായ ഈ പിന്നെ എന്താണ് ഹെവി ഫുഡൊന്നും രാത്രിയിൽ കഴിക്കാത്തതാണ് നല്ലത്. ഡോക്ടേഴ്സ് ഒക്കെ ഇപ്പൊ അതങ്ങനെ സജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. രാത്രിയിൽ മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക. ഇത് ഉറക്കത്തിനെ ബാധിക്കാതിരിക്കാനും കൂടിയാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഡേ ടൈമിൽ നമ്മൾ സൺ ബാത്ത് നടത്തുക, എക്സസൈസ് ഒക്കെ ചെയ്യുക, പകൽ സമയം അധികം ഉറങ്ങാതെ ഇരിക്കുക. പിന്നെ മനസ്സിനെ ശാന്തമാക്കി നിർത്തുന്നതിനായി നല്ല ബുക്സ് വായിക്കാം, സംഗീതം കേൾക്കാം, പിന്നെ ബ്രീതിങ് എക്സസൈസ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ ഉറങ്ങാൻ പോവുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോഴൊക്കെ ഡോക്ടേഴ്സ് പറയാറുണ്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കണം. അപ്പൊ എന്നോടൊരു ഡോക്ടർ പറഞ്ഞു, രാത്രി കിടക്കുമ്പോൾ സോക്സ് ധരിച്ചിട്ട് കിടന്നാല് പെട്ടെന്ന് ഉറക്കം വരും എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബെഡ്ഷീറ്റ് ഉപയോഗിക്കുക. ആ ബെഡ്ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ മൃദുലമായതായിരിക്കണം, എന്നാൽ കട്ടിയുള്ളതുമായിരിക്കണം. നമ്മളെ മറ്റേ ബെഡ് സ്പ്രെഡ് ഒക്കെ ഉണ്ടല്ലോ, അതേപോലെയുള്ള ഷീറ്റ് ഉപയോഗിക്കുന്നതും ഒക്കെ വളരെ വേഗത്തിൽ ഉറക്കം വരാൻ സാധിക്കുമെന്ന് വിദഗ്ധരുടെ അഭിപ്രായമുണ്ട്. അപ്പോ ഇതൊരു വലിയൊരു ടോപ്പിക് ആയിരുന്നു. ഞാൻ കുറച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തതാണ്. കുറെ 2 മാസത്തെ റിസർച്ചാണ് കേട്ടോ ഇത്. അപ്പോ പ്രിയപ്പെട്ടവരെ, ഉറക്കമില്ലായ്മ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പോ ഉറക്കം എന്ന് പറയുന്നത് അത്ര നിസ്സാരക്കാരനല്ല എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ പൊതുവെ നമ്മൾ ഹെൽത്തി കോൺഷ്യസ് ആണല്ലോ. ഇപ്പോഴത്തെ തലമുറയൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര ആരോഗ്യമൊക്കെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ മിടുക്കരാണ്. പക്ഷേ അങ്ങനെ ശ്രദ്ധിക്കുന്നവർ പോലും ഉറക്കത്തിന്റെ കാര്യം വരുമ്പോൾ അത്ര ഒരു അവയർനെസ് ഇല്ലാതെയാകുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ എക്സസൈസ് ചെയ്യുന്നവരിലും ഒബിസിറ്റി ഒക്കെ ഉണ്ടാകുന്നത് ഉറക്കക്കുറവ് കൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനിത് ഈ ക്ലാസ് തന്നെ ആകാം എന്ന് വിചാരിച്ചത്. അപ്പൊ ഇതിന്റെ ഉറക്കത്തിന്റെ അതിപ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി സുഖകരമായി ഉറങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോഴല്ല കേട്ടോ, രാത്രിയിൽ. അല്ല, ഇപ്പൊ ഉറങ്ങിപ്പോയാലോ. അപ്പോ എത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, സന്തോഷം. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് മാം. നല്ല ഉറക്കം കിട്ടുന്നതിന് വേണ്ടി നല്ല ഒരു അവയർനെസ് തരണമെന്നുള്ള ആ ഒരു ഒബ്ജക്റ്റീവ് നന്നായിട്ട് പൂർത്തിയാക്കി കേട്ടോ. കാരണം വളരെ നല്ല രീതിയിൽ തന്നെ അത് കവർ ചെയ്തു. കുറേയേറെ റിസർച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവും. കാരണം ഈ ഓരോ കാര്യങ്ങളും അതിനെപ്പറ്റിയുള്ളത്, ഉറക്കത്തിന്റെ ഇമ്പോർട്ടൻസ്, ഉറക്കത്തിന്റെ എന്താണ് ഉറക്കം, എന്ത് സ്റ്റേജിൽ കൂടെയാണ് കടന്നു പോകുന്നത്, പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നത്, വാട്ട് വി നീഡ് ടു ഡു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പോഴത്തെ ഈ തിരക്കുള്ള എല്ലാവർക്കും തിരക്കാണ്. തിരക്കിന്റെ സമയത്ത് പലപ്പോഴും നമ്മളിതെല്ലാം അറിയാം മനുഷ്യർക്ക്, പക്ഷെ നമുക്ക് അങ്ങോട്ട് ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും.
കാരണം we have so many things that we need to get done. അപ്പൊ ആ ഒരു പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുമ്പോഴത്തേന് ഉറക്കത്തിനെയാണ് കുറയ്ക്കുന്നത്. അതെ. അപ്പൊ അത് അഫക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ നേരത്തെ സ്ലീപ്പ് ആപ്നിയയുടെ കാര്യം പറഞ്ഞില്ലേ, ഐ ടോൾഡ് യു ദാറ്റ് എന്റെ ഗ്രാൻഡ് ഡോട്ടറിനുണ്ടെന്ന്. അവൾക്ക് പറ്റിയത് കുഞ്ഞായിരുന്നപ്പോഴാണ്. അവൾക്ക് ഈ ടോൺസിൽസും അഡിനോയിഡ്സും രണ്ടും എൻലാർജ്ഡ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അവൾ 3 വയസ്സായപ്പോ തന്നെ സർജറി ചെയ്ത് മാറ്റേണ്ടി വന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഈ വളരുന്ന പ്രായമായതുകൊണ്ട് വീണ്ടും ഈ പ്രശ്നം വന്നു. എന്നിട്ട് അവളുടെ ചെവിയെ ഒക്കെ അഫക്ട് ചെയ്തു. അങ്ങനെ കുറെ ചേറെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അഡിനോയിഡ്സ് വീണ്ടും അത് പഴയതുപോലെ തന്നെ വലുതായി വന്നു. അപ്പൊ രണ്ടാമത് വീണ്ടും സർജറി ചെയ്യേണ്ടി വന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ചുരുക്കം ചില പിള്ളേർക്ക്, അതായത് ഗ്രോയിങ് സ്റ്റേജ് ആയതുകൊണ്ട് അത് വീണ്ടും വരാം. 2 പ്രാവശ്യം വരുന്നത് കണ്ടിട്ടുണ്ട്, 3-മത്തെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇനി 3-മത് ഇനിയും പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇപ്പൊ ശരിക്കും ഉറങ്ങുന്നുണ്ടോ ആള്? അത് കഴിഞ്ഞ് ഷീസ് ഫൈൻ. മറ്റേതേ അവിടെ ശ്വാസം നിന്നു പോയായിരുന്നു. അപ്പൊ അത് ഡേഞ്ചറസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ തന്നെ പറഞ്ഞത് വെച്ചോണ്ടിരിക്കണ്ട, കാരണം അറിയത്തില്ലല്ലോ. ഇപ്പൊ അങ്ങനെ ചെയ്തതാ. പിന്നെ യു ഓൾസോ ടോക്ട് അബൌട്ട് ഇത് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നത്. ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഞങ്ങളുടെ അതെനിക്കൊന്ന് ഹെറിഡിറ്ററി അതിനകത്തുണ്ടോന്നൊരു സംശയമുണ്ട്. കാരണം ഞങ്ങളുടെ വീട്ടിൽ വേറെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ശരിക്കും പറ്റിയത്, ഞാൻ ഉറക്കത്തിൽ നുണന്ന ഒരു രാത്രി 8 മണിയൊക്കെ ആയപ്പോഴാണ്, 8-8:30 ആയപ്പോഴത്തേന് വീട്ടിലെ ശബ്ദങ്ങളൊക്കെ പ്രാർത്ഥനയുടെ ഇതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുക. അടുക്കളയിൽ തന്നെ, അവിടെ അടുക്കള അല്ല, ലിവിങ് റൂമിൽ, ഐ മീൻ ഡൈനിങ് റൂമിൽ ഒരു ബെഡ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കിടന്നുറങ്ങി. ഈ പാട്ടൊക്കെ ബ്രദേഴ്സൊക്കെ പാട്ട് പാടിക്കൊണ്ടിരുന്ന പള്ളിയിലെ പാട്ട്, അത് കേട്ട് ഇവരാരും അറിയാതെ, അമ്മയൊക്കെ അവിടെ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുക, ഇവര് പാട്ടൊക്കെ പാടുന്നു. ഞാൻ എഴുന്നേറ്റ് നടന്ന് കുറേ ദൂരം പോയി. രാത്രി പോയി, പിന്നെ അവിടുന്ന് തിരിച്ചെത്തി. പിന്നെ അവിടെ ഒരു 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 പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയുടെ അവിടെ ഞാൻ അതിൽ നോക്കിയിരുന്നു. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ. ഒരു വിഷൻ ഇങ്ങനെ കണ്ടു. സാരമില്ല, മോള് കരഞ്ഞോണ്ടായി പോന്നെ. എന്നിട്ട് അമ്മയെ കാണുന്നില്ല, കരഞ്ഞോണ്ട് പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അതിൽ നിന്ന് അവിടെയുള്ള ആ വിശുദ്ധൻ ഇങ്ങനെ പറഞ്ഞതായിട്ട്, ഇങ്ങനെ മോള് കരയണ്ട, വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ എന്റെ നെയ്ബർ വന്നു. നെയ്ബർ അതിലേ വന്ന് കടയടച്ചിട്ട് പുള്ളി ചോദിച്ചു ആരാ ഏതാന്നൊക്കെ ചോദിച്ചപ്പം പുള്ളിക്ക് മനസ്സിലായി ഞാൻ ഇന്ന വീട്ടിലെയാണ്. പുള്ളി കൊണ്ട് വീട്ടിൽ വിട്ടു. ഞാൻ നേരെ പോയി ആ കട്ടിലെ തന്നെ വീണ്ടും കിടന്നുറങ്ങി. അപ്പൊ ഇവരാരും അറിയുന്നില്ല. പിന്നെ ആ പുള്ളി എന്ന് ഞങ്ങളുടെ നെയ്ബറിനോട് പറഞ്ഞ്, നെയ്ബർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട്. അപ്പൊ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സ്ലീപ്പ് വളരെ അത്യാവശ്യമാണ് തീർച്ചയായിട്ടും. പിന്നെ ഇതുപോലുള്ള സ്വപ്നങ്ങളോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ സൂക്ഷിക്കുകയും വേണം. വെരി ഇൻഫോർമേറ്റീവ് സെഷൻ. താങ്ക് യു സോ മച്ച്. എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞ് സമയം കൂടുതലായി പോയി. ബട്ട് എനിവേ, താങ്ക് യു, കൺഗ്രാജുലേഷൻ. താങ്ക് യു മാം. ഹലോ, ഇനി ആർക്കും ഫീഡ്ബാക്ക് പറയാനില്ലേ? സാറൊക്കെ Hello, കുറച്ച് ma'am. സ്ഥലം Good morning, ma'am. ഗുഡ് മോർണിംഗ്. വെരി നൈസ് സെഷൻ. നല്ല സെഷൻ ആയിരുന്നു ആക്ച്വലി. ഞാനൊക്കെ വളരെ ലേറ്റ് ആയിട്ട് കിടക്കുന്ന ഒരാളാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഏർലി വേക്കപ്പ് ആണ്. എങ്ങനെയായാലും കിടക്കുമ്പോൾ ഒരു 12:30 1 o'clock ആവും. അറ്റ് ദ സെയിം ടൈം 4:30 ആകുമ്പോഴേക്കും ഉണരും ചെയ്യും. അപ്പൊ എനിക്കിങ്ങനെ സംടൈംസ് ഇടയ്ക്ക് നമ്മൾ ഈവനിങ്ങിലെല്ലാം കിടന്നാല് മീൻസ് പെട്ടെന്ന് ഉറങ്ങുന്ന സമയത്ത് സൂസൻ മാം പറഞ്ഞതുപോലെ വേറൊരു ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട്. ഐ മീൻ നല്ല ഡീപ്പ് സ്ലീപ്പിൽ പോയാൽ പെട്ടെന്ന് ഉണരുമ്പോ രാവിലാണോ വൈകുന്നേരമാണോ അങ്ങനെ തോന്നി പോവാറുണ്ട്. ഇതിപ്പോ ഏതാ സമയം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എനിവേ, ആക്ച്വലി നമ്മൾ പറയാറുണ്ടല്ലോ ഗുഡ് സ്ലീപ്പ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് എ ഗുഡ് ഡേ എന്ന്. പക്ഷെ നമ്മളിൽ ആർക്കും അത് മീൻസ് കിട്ടാറില്ല അല്ലെ. എല്ലാവരും അവരുടെ കരിയർ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ലേറ്റ് നൈറ്റ് സ്ലീപ്പിലോട്ടാണ് പോകുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് മാം. ഇനിയെങ്കിലും
ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ ഇന്നു മുതൽ ശ്രദ്ധിക്കണം വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. കുറെ നാളായല്ലോ കണ്ടിട്ട്. ഈ അടുത്ത ദിവസങ്ങളിലൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാനേ ഒരു പ്രോഗ്രാമിന്റെ കുറച്ച് തിരക്കുകളിലായിരുന്നു. അപ്പൊ ഈ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ മാം പറഞ്ഞ പോലെ ഉറക്കം തീരെ കറക്റ്റ് ആയിരുന്നില്ല. നമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോർണിംഗ് സർക്കിളില് വന്നതിന് ശേഷമാണ് ഉറക്കമൊക്കെ നമ്മൾ കറക്റ്റ് ആക്കി ഷെഡ്യൂൾ ചെയ്തിരുന്നായിരുന്നത്. അതെല്ലാം ഇപ്പൊ കുറച്ച് നാളായിട്ടൊന്ന് തെറ്റിച്ചു. ഇനി വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വരണം. എനിവേ, നല്ല സെഷൻ ആയിരുന്നു. നമ്മള് താങ്ക് യു മോർണിംഗ് സർ. സർക്കിളിലെ ഓരോ ക്ലാസ് കേൾക്കും തോറും ഇപ്പൊ ലിഫ്ന മാം പറഞ്ഞ പോലെ ആ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇന്ന് മുതൽ അതൊക്കെ കറക്റ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് പോരണം. അത് എനിക്ക് തോന്നുന്ന 24 hours നമ്മുടെ മെമ്മറിൽ അത് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ അതെ, വീണ്ടും അത് മറക്കും. ഡെഫിനറ്റ്ലി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സെക്ഷനുകളൊക്കെ വരുന്നത് വളരെ നല്ലതാണ്. എന്തായാലും ഫാത്തിമ മാം വളരെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു. നല്ല റിസർച്ച് നടത്തിയിട്ടുണ്ട്. എന്തായാലും 2 മാസമൊക്കെ റിസർച്ച് നടത്തി അതിന്റെ എഫക്ട് നമ്മുടെ ക്ലാസ്സിൽ കാണാനുണ്ട്. എനിവേ, താങ്ക് യു മാം. താങ്ക് യു സർ. അത് പക്ഷെ അറിയാൻ മറന്നുപോകുന്നതല്ല കേട്ടോ. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അതെ ഇപ്പൊ അങ്ങനെയാണ്, തിരക്കാണ്. അപ്പൊ പല പല അതെ അതെ കാര്യങ്ങൾ അതെ ചെയ്യാനുള്ളത് കൊണ്ട് വാട്ട് കെൻ യു ഡു. അതാണ് അതുകൊണ്ടാണ് പറ്റുന്നത്. സത്യം. അല്ലാതെ അറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് മറന്നു പോകുന്നതല്ല. നമ്മൾക്ക് റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കും. നമ്മളെ കൊണ്ട് സാധിക്കും എന്നും പറഞ്ഞിട്ട് നമ്മളത് ഏറ്റെടുക്കും. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് നമ്മുടെ കുറച്ചു നേരത്തെ ആയാലും നമ്മളെ ഉറക്കം നല്ലോണം കളയുന്നുണ്ടെന്നുള്ളത്. എന്നാലും നമ്മൾ എടുക്കും. അങ്ങനെയാണ്. അതാ, വിഷമിക്കണ്ട. ബി കമ്പാഷനേറ്റ് ടു യുവർ സെൽഫ്. ട്രൈ ടു ഇംപ്രൂവ് ഇറ്റ് ലിറ്റിൽ ബിറ്റ് അറ്റ് എ ടൈം. അത്രേ ഉള്ളൂ. നമുക്ക് യെസ് ഹൗസ് മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. ഡിസിപ്ലിൻ ആണ് വേണ്ടത്. അല്ല, ചില സമയത്തൊക്കെ ഒരിത്തിരിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റുന്നത് നന്നാവും. എനിക്കിപ്പോ ഈ അടുത്തൊരു ക്ലയന്റ് ഉണ്ടായിരുന്നേ. ആ ആളുണ്ടല്ലോ, ഭയങ്കര എന്താണ് ഈ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി അത് മാത്രം ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് അയാൾക്ക് ഒരു അല്പം എന്തെങ്കിലും ഒന്ന് അല്ല തെറ്റിപ്പോയാൽ ആളാകെ ഫ്രസ്ട്രേറ്റഡ് ആകും. അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞു, ഇതൊക്കെ കല്യാണം കഴിയുന്നതോടുകൂടി ഇതൊക്കെ മാറും മോളെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 10 ദിവസം മാത്രമാണ് അതിന്റെ മാരേജ് ലൈഫ് ഉണ്ടായിട്ടുള്ളൂ. അയാളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അയാളുടെ ഒപ്പം ഈ കുട്ടിക്ക് ഒട്ടും തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഇങ്ങനെ കൃത്യമായി ഓരോ ദിവസവും ഇത്ര മണിക്ക് ഇത് ചെയ്യും ഇന്നത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അത് തെറ്റുമ്പോ ഈ കുട്ടിക്ക് ആകെ ബുദ്ധിമുട്ടാകുന്നു. ഇപ്പൊ ഡിവേഴ്സ് ആയിട്ടുണ്ടത്. അപ്പൊ അത് അതുകൊണ്ട് ശരിക്കും ഇടയ്ക്കൊക്കെ ഒന്ന് പട്ടാളച്ചിട്ടാണ് അത് കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് പോകുന്നത്. അത് ഭയങ്കര എന്താണ് പെർഫെക്ഷനിസ്റ്റ് ആണ് ആ കുട്ടി. ഭയങ്കര പെർഫെക്ഷനിസ്റ്റ്. അതാണ് അത് സംഭവിക്കുന്നത്. OCPD പാർട്ട്ണർക്കൊക്കെ എന്ന് അത് പറയും. കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. OCPD ആയിട്ട് മാറിയിട്ടുണ്ട്. അതെ അപ്പൊ അതെ അതുകൊണ്ട് അതെ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഇതാക്കുന്നത് നല്ലതാണ്. അപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ എനിക്ക് രാത്രി രാവിലെ ഒന്നും എഴുന്നേറ്റൊന്നും പഠിക്കാനേ പറ്റില്ല. എനിക്ക് രാത്രി പഠിച്ചാലേ ശരിയാവൂ. ഞാൻ രാത്രിയിൽ തന്നെയാണ് പഠിക്കുക. അപ്പൊ രാത്രിയിൽ പഠിച്ച് കുറച്ച് കുറേ താമസിച്ചിട്ട് ഉറങ്ങി 1 മണി 1:30 മണി 2 മണിക്കൊക്കെ ഉറങ്ങും. അപ്പോൾ അതിനനുസരിച്ച് ഒരു 6:30 7 മണിയൊക്കെ ആകും രാവിലെ എണീക്കാൻ. പക്ഷെ ഇത് കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ചില്ലറയെല്ലാം ബുദ്ധിമുട്ടിയത്. കാരണം എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഭയങ്കര പങ്ക്ച്വലാണ് എല്ലാ കാര്യത്തിലും. അത് മൂപ്പര് കൃത്യം 10 മണിക്ക് ഉറങ്ങും. അത് കിടന്നാൽ ഉടനെ അവർ ഉറങ്ങുകയും ചെയ്യും. എനിക്കങ്ങനെ ഉറക്കം വരൂല. കൃത്യമായിട്ട് 4:30 4:45 ആകുമ്പോൾ ഉണർന്നിരിക്കും. ഞാൻ കുറെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടി ആദ്യമൊക്കെ. പക്ഷെ പിന്നീട് നമ്മൾ കുറെ ട്രൈ ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സർക്കാഡിയൻ ഋതം ശരിയായിട്ട് വരണമല്ലോ. വന്നു കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് ആവും. അതുപോലെ എനിക്ക് ഈ ഫാസ്റ്റിംഗ് സീസണിൽ എനിക്ക് ഉറക്കം ഉണ്ടാവില്ല. അത് കുറച്ച് സമയം ചിലപ്പോൾ പകൽ ഉറങ്ങാൻ പറ്റിയേക്കും. പക്ഷെ പകലും രാത്രിയിലും ഒരുപോലെ ഉറങ്ങാതെ കുറേ ദിവസം ഇങ്ങനെ നിൽക്കും. പിന്നീട് അതിന്റെ ഭയങ്കര ക്ഷീണവും ഉണ്ടാവും. ചിലപ്പോൾ BP ഒക്കെ കൂടും. പക്ഷെ ആ സമയത്ത് BP ഞാൻ നോക്കാറില്ല. കാരണം നോക്കിയാൽ പ്രശ്നമാവും. അപ്പൊ എനിക്ക് തന്നെ മനസ്സിലാവും BP കൂടിയിട്ടുണ്ടെന്ന്. പക്ഷെ ഈ BP ഉണ്ടെങ്കിൽ ഉറക്കം വരില്ല. ഉറക്കം വരാതിരിക്കുമ്പോൾ BP കൂടുകയും ചെയ്യും. അവരിങ്ങനെ ഒത്തു കളിക്കും.
അപ്പൊ വീണ്ടും അതിങ്ങനെ ശരിക്കും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് ശരിയായിക്കോളും. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അതല്ലാതെ അതിനൊപ്പം അതിന്റെ കൂടെ പോയാൽ ശരിയാവില്ല. വീണ്ടും ചില പഴയതിന് ചിലർക്ക് അതൊരു ബ്ലെസ്സിങ് ആണ്. പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ പറ്റും. കിടക്കുന്നതിന് മുമ്പേ അങ്ങ് ഉറങ്ങും. അത്രയ്ക്ക് പെട്ടെന്ന്. അനുഗ്രഹമാണ് ശരിക്കും. ശരിക്കും ഭയങ്കര ബ്ലെസ്സിങ് ആണ് അതാ ശരിക്കും ഉറങ്ങാൻ പറ്റും. അതൊരു ചിലരുടെ ഒരു പ്രത്യേക ഇതാണ്. അല്ല, അതായത് നമ്മളൊന്നും ചെയ്തിട്ടല്ല, ചിലർ അങ്ങനെയാണ് എവിടെ കിടന്നാലും ഉറങ്ങില്ല. പക്ഷേ അതേസമയത്ത് അങ്ങ് ഒരു മ- പ്രശ്നമുണ്ട്. ആ, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവർക്ക് ഒരു ഇത്തിരി ലേറ്റ് ആയാൽ അവർക്കത് ഭയങ്കര പ്രശ്നം. ഇപ്പൊ ഹോസ്പിറ്റൽ കേസ് ഒക്കെ വന്നാൽ രാത്രി ഒന്ന് ഉറക്കം ഒഴിയണമെന്ന് വിചാരിച്ചാൽ അവരെ കൊണ്ട് പറ്റൂല. നമുക്കതൊന്നും ഒരു ഇഷ്യൂ ആവില്ല. നമ്മളതിങ്ങനെ അങ്ങോട്ട് സ്മൂത്ത് ആയിട്ട് പോകും. പക്ഷെ അവർക്കത് ഭയങ്കര പ്രശ്നമാവും. പിന്നെ വേറൊരു കാര്യമുണ്ട്. സ്ഥലം മാറിക്കിടന്നാൽ നമ്മൾ കിടക്കുന്ന സ്ഥലത്തു നിന്നല്ലാതെ മാറിക്കിടന്ന ഉറക്കം വരാതിരിക്കുന്ന ഒത്തിരി പേർക്ക് അതും ഒരു വിഷയമാണ്. എനിക്ക് അങ്ങനെയാണ്. യാത്രയിൽ ട്രെയിനിലൊക്കെ പോയാൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ സുഖമായിട്ട് ഉറങ്ങും. എവിടെ കൊണ്ടിട്ടാലും ഉറങ്ങിക്കോളും. എനിക്ക് ഈ പറഞ്ഞതുപോലെ ഞാൻ കിടക്കുന്ന ബെഡ്, എന്റെ റൂം, അതിന്ന് റൂമൊന്ന് മാറിക്കിടന്നാൽ പോലും എനിക്ക് ചിലപ്പോൾ ഉറക്കം വരില്ല. അതെല്ലാം എന്തായാലും ചേഞ്ച് ചെയ്യണം. അക്സെപ്റ്റൻസ് ഏത് സിറ്റുവേഷനും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമല്ലോ. അതല്ലേ നമ്മ ആദ്യം തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും. നമ്മൾ തന്നെ അത് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ സെറ്റാവില്ല. എല്ലാത്തിനെയും കൺട്രോൾ എനിക്കതൊരു ചെയ്യാൻ നമ്മുടെ പ്രശ്നമല്ല. ഞാൻ ഉറങ്ങൂല. കയ്യിൽ. 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഉറങ്ങും. എനിക്കും അങ്ങനെ തന്നെയാണ്. അതായത് ഞാൻ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിക്കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തീരെ ഉറക്കം വരില്ല. അപ്പൊ ഒരുപാട് സമയം ആയിന്ന് തോന്നുന്നുണ്ട്. അത് അടുത്ത ആൾക്കാരൊക്കെ വേഗം വേഗം ഫീഡ്ബാക്ക് പറയും. ഫീഡ്ബാക്ക് ഇനിയുള്ളതൊക്കെ ഗ്രൂപ്പിലായിരിക്കും. അത് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. സമയം. എല്ലാവരും അടിപൊളി സെഷൻ ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ താങ്ക് യു. ക്ലാസ് എടുത്തു. താങ്ക് യു. അറിയാനില്ലല്ലോ. പിന്നെ ഫജർ കേസ് അതും അടിപൊളി. എല്ലാവർക്കും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റട്ടെ. അതെ, നല്ല അവയർനെസ് ഓൾറെഡി അറിയാമെങ്കിലും അതിലും ഒക്കെ കൂടുതൽ സയന്റിഫിക് ആയിട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒത്തിരി അതുകൊണ്ട് നന്ദി നമുക്ക് വീണ്ടും. അറിയാത്ത താങ്ക് യു. കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി. അതെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. യെസ്. ഗുഡ് ഡേ ടു എവരിവൺ ആൻഡ് ഹാവ് പ്ലസന്റ് സ്ലീപ്പ് ഇൻ ദ നൈറ്റ് ആസ് വെൽ. സെയിം. Thank you. താങ്ക് യു.